72 മോഡൽ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ തവണ കേട്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്താണ് 72 മോഡൽ? ഒരു വ്യക്തിയാണോ 72 മോഡൽ? അതോ 72 മോഡൽ എന്തോ ഒരു 72 മോഡൽ ആയി ബന്ധപ്പെട്ട എന്തോ ആണ് എന്നല്ലാതെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് എന്താണ് 72 മോഡൽ എന്ന് മനസ്സിലായത്. സേനൻ സാറുമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ ആദ്യത്തെ സിനിമ അടയാളങ്ങൾ കഴിഞ്ഞപ്പോൾ മുതലേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അടയാളങ്ങൾ കഴിഞ്ഞ് എന്നെ ആദ്യം പരിഗണിച്ച കുറച്ച് സംവിധായകരിൽ ഒരാളാണ് സേനൻ സാർ. അന്ന് ഞങ്ങളൊരു പ്രൊജക്റ്റ് ആലോചിക്കുക വരെ ചെയ്തു, പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളിൽ നടന്നില്ല. പിന്നീട് അങ്ങ് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എൻ്റെ ഒരു 2 കൊല്ലത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ MBA ഒക്കെ ചെയ്ത് തിരിച്ചു വന്ന ബ്രേക്ക് കഴിഞ്ഞ് സിനിമയിൽ സജീവമാവുന്ന സമയത്താണ് സേനൻ സാർ ഈ പ്രൊജക്റ്റുമായി വരുന്നത്. ഒരുപക്ഷെ ഈ രാജസേനൻ എന്നൊരു വ്യക്തി ഈ സിനിമകൾക്ക് പിന്നിലുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സിനിമകളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. രാജസേനൻ സാറിൻ്റെ പഴയ സിനിമകളെ ഞാൻ ഒന്നിലധികം തവണ കാണാൻ ആഗ്രഹിക്കുന്ന മലയാള സിനിമകളിൽ ചിലത് സേനൻ സാറിൻ്റെയാണ്. സോ ഐ എം എ ഫാൻ ഓഫ് രാജസേനൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് താല്പര്യമായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു ഫാൻ എന്ന നിലയിൽ എന്തുകൊണ്ടോ സാറിൻ്റെ ഈ അടുത്തിറങ്ങിയ സിനിമകൾ ഒരു ഫാൻ എന്ന നിലയിൽ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്ത സിനിമകളായിരുന്നു. രാജസേനൻ ചാമുള്ള, രാജസേനൻ മാജിക്കുള്ള ഒരു സിനിമയുടെ ഭാഗമാവാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ ശ്രമിച്ചതും അതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ഗംഭീര സിനിമയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ആ ഒരു രാജസേനൻ ചാം അല്ലെങ്കിൽ രാജസേനൻ മാജിക്കിൻ്റെ ഒരു സൂചന നൽകുന്ന സിനിമ ആയിരിക്കും തീർച്ചയായിട്ടും 72 മോഡൽ. സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് 72 മോഡൽ എന്ന സിനിമയിൽ. കാരണം സേനൻ സാറിൻ്റെ പല സിനിമകളെയും കൊണ്ടുപോകുന്നതിൽ ഒന്നിലധികം പ്ലോട്ടുകളാണ്. ഒരു പ്ലോട്ട്, സബ് പ്ലോട്ട്സ്, ആ രീതിയിലാണ് ആ സിനിമയ്ക്ക് കാമ്പ് കൂടുന്നത്. 72 മോഡലും ആ രീതിയിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഈവൻ ദോ 72 മോഡൽ കാർ വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ 72 മോഡൽ കാറാണ് ഇതിന് കാരണമാകുന്നത്. പക്ഷേ നമ്മൾ 72 മോഡൽ കാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അതിൽ നിന്നും നമ്മൾ യാത്ര ചെയ്യുന്നു. 72 മോഡൽ തുടക്കം കുറിച്ച ആ കഥ വേറെ രീതിയിൽ പോകുന്നു. 72 മോഡൽ കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുടെയും പിന്നാലെ പോകുന്നു. അത് രസകരമായിട്ട് കുറേ ആളുകൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. അതിന് പുറമെ 4 പേരുടെ സൗഹൃദം, അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന രസകരമായിട്ടുള്ള ഇൻസിഡൻസ്, മുറുമുറുക്കങ്ങൾ, അതെല്ലാം 72 മോഡൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ മധു സാർ വളരെ വാക്കി ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നു. ദുരൂഹതകൾ നിറഞ്ഞൊരു കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു. അപ്പോൾ രസകരമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് കൂടിയാണ് ഈ ഒരു കഥ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോഴാണ് അതിന് പല ലെയേഴ്സും വരുന്നതും ഒരു സിംഗിൾ ലൈനിൽ പോവാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഡയമെൻഷൻ അതിന് വരുന്നതും. അതാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈൽ. സേനൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സേനൻ സാറിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലുള്ള ഒരു സിനിമയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഏറ്റവും വലിയ കാര്യം ഞാൻ പഠിച്ചത് എനർജി, ഇന്തൂസിയാസം, എക്സൈറ്റ്മെൻറ്റ്. അത് ഏത് പ്രായത്തിലും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ വി ക്യാൻ കീപ് ഗോയിങ് ഓൺ. ഒരു സിനിമ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ ആ എക്സൈറ്റ്മെൻറ്റ് കാണുന്നു. ജീവിത അവസാനം വരെ സിനിമയോടുള്ള ആ അഭിനിവേശം അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടാവുമെന്ന് അത്രയും തെളിഞ്ഞ് കാണുമ്പോൾ അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇതിനകത്ത് വളരെ കുസൃതി നിറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അതേ മൂഡിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ അടുത്തും അദ്ദേഹം ഇടപഴകിയിരുന്നതും. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞങ്ങൾ കുട്ടികളുടെ കൂടെ അദ്ദേഹം ഇരിക്കുമ്പോൾ ഞങ്ങളെക്കാട്ടിലും പ്രായം അദ്ദേഹത്തിന് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് വരെ ഞങ്ങൾക്ക് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വളരെ ക്വിക്ക് വിറ്റി ആയിട്ടുള്ള ചില സ്പോണ്ടേനിയസ് ഹ്യൂമർ റെസ്പോൺസൊക്കെ കാണുമ്പോൾ ആൾ പുലിയാണെന്ന് നമ്മൾ പറയുന്ന ഭാഷ വളരെ അർത്ഥവത്താവും. അദ്ദേഹത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ ശരിക്കൊരു ഫോർച്യൂൺ തന്നെയായിരുന്നു. കാരണം മലയാള സിനിമയുടെ ട്രാൻസിഷൻസും ട്രാൻസ്ഫോർമേഷൻസും ഇത്രയും അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹം മാത്രമാണ്. അതിപ്പോൾ അതിൻ്റെ ഫിലിം ഏറ ആണെങ്കിലും അതെ, ഡിജിറ്റൽ ഏറ ആണെങ്കിലും അതെ, പല സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ പല പല ഭാവങ്ങളും സ്വഭാവങ്ങളും മുഖങ്ങളും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഒരു ടോട്ടൽ ഫിലിം പേഴ്സണാലിറ്റിയാണ്. നടൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തു, സംവിധായകൻ എന്ന രീതിയിൽ പ്രൂവ് ചെയ്തു, നിർമ്മാതാവ് എന്ന രീതിയിൽ പ്രൂവ് ചെയ്തു, ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ പ്രൂവ് ചെയ്തു. ടോട്ടൽ ഫിലിം പേഴ്സണാലിറ്റി, റോൾ മോഡൽ ടു ലുക്ക് അപ്പ് ടു. തീർച്ചയായിട്ടും നമുക്കൊരു ആവേശം തന്നെയാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ കൂടെ രസകരമായിട്ട് അഭിനയിക്കുമ്പോൾ. രാജസേനൻ സിനിമകൾ എന്ന് പറയുന്നത് ഒരു ഫൺ റൈറ്റാണ് പൊതുവെ. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങും അതുപോലെ ആയിരിക്കും എന്ന് ഞാൻ അത്ര വിചാരിച്ചിരുന്നില്ല. കാരണം ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനർ ആയിരുന്നു ഷൂട്ടിംഗ് സമയവും. സിനിമകൾ പോലെ തന്നെ വളരെ
രസകരമായിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സെറ്റാണ് രാജസേനൻ സെറ്റ്. ടു ബി വെരി ഫ്രാങ്ക്, ഷെഡ്യൂളിൽ ഇത്രയും നന്നായി സ്റ്റിക്ക് ചെയ്യുന്ന, ടൈമിനും പഞ്ച്വാലിറ്റിക്കും അതുപോലെ തന്നെ അതിനകത്തുള്ള എല്ലാത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സെറ്റാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിനൊരു കൺവിക്ഷൻ ഉണ്ട്, ലൈക്ക് എനിക്ക് ഇതാണ് വേണ്ടത്, അത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൽ വളരെയധികം സ്റ്റിക്ക് ചെയ്യുന്ന, അദ്ദേഹത്തിന് വേണ്ടത് എന്തോ അത് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ് സേനൻ സാർ. ഈ പറഞ്ഞ ഡിസിപ്ലിൻ സെറ്റിൽ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് അഭിനയിച്ച സെറ്റ് 72 മോഡലായിരിക്കും. കാരണം ടെൻഷൻസോ ഓവർനൈറ്റ് സ്ട്രെയിനോ ഒന്നുമില്ല. ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. സേനൻ സാർ ഞങ്ങൾക്ക് തന്ന കംഫർട്ട് സോൺ ഭയങ്കരമായിരുന്നു. എസ്പെഷ്യലി ഒരു 30 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ 8 to 9 ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കൊടുത്ത് തന്നിൽ ക്രാഫ്റ്റ് ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയ ഒരാൾ, ഹീ സ്റ്റിൽ ഓപ്പൺ ടു ഐഡിയാസ്, ഹീ സ്റ്റിൽ ഓപ്പൺ ടു സജഷൻസ്. നമ്മളെപ്പോലെ ആളുകളെ കേൾക്കാൻ വരെ തയ്യാറാവുന്നു. അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം തരുന്നതെന്ന് പറയുന്നത് ഒരു വലിയൊരു ഓപ്പൺ ഹാർട്ടിൻ്റെ ഒരു ഗുണം തന്നെയാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഹീ ഈസ് ലൈക്ക് വെരി ഓപ്പൺ വെൻ ഇറ്റ് കംസ് ടു തിങ്സ്. അതൊരു വലിയ കഴിവായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ആ ഒരു സ്പേസും ആ ഒരു ഫ്രീഡവും അദ്ദേഹം എപ്പോഴും തന്നിരുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പെർഫോമൻസിനെയും അറ്റ് ഈസായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും.